നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമുക്ക് മഹാരാഷ്ട്രയിലെ ഒരു മനോഹര ഗ്രാമത്തിലേക്ക് യാത്ര പോകാം. അതിന്റെ പേരാണ് കിൻഹവാലി. ഈ ഗ്രാമം മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ മനോഹരമായ ഒരു പച്ചപ്പിന്റെ നാടാണ്. ചുറ്റും വയലുകളും കാടുകളും പുഴകളും എല്ലാം ചേർന്ന് കിൻഹവാലിയെ ഒരു സ്വർഗം പോലെയാണ് ട്ടോ ആക്കുന്നത്. കിൻഹവാലിയിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയാണ്. നെല്ല്, ജ്വാർ, ബാജ്റ, പച്ചക്കറികൾ. ഇവിടുത്തെ വയലുകൾ ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കും. മഴക്കാലത്ത് ഈ ഗ്രാമം പച്ച നിറം ധരിച്ച് മനസ്സിനെ തണുപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ട് മാറും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ബന്ധം, അതാണ് ഈ ഗ്രാമത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ലളിതവും സത്യസന്ധവുമാണ്. പുലർച്ചെ കാളകളെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കർഷകൻ, വീട് വൃത്തിയാകുന്ന സ്ത്രീകൾ, ഗ്രാമചന്തയിൽ ചിരിച്ചും സംസാരിച്ചും സമയം ചെലവഴിക്കുന്ന മുതിർന്നവർ, ഇവയാണ് കിൻഹവാലിയുടെ മുഖങ്ങൾ എന്ന് പറയുന്നത്. ഗ്രാമത്തിന്റെ ആത്മാവ് അതിന്റെ സംസ്കാരത്തിലാണെന്ന് പറയില്ലേ, അതിവിടെ ചെന്ന് കാണുമ്പോൾ സത്യമാണ് നമുക്ക് മനസ്സിലാവട്ടോ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വിവാഹകാലത്ത് വീടുകളുടെ മതിലുകളിൽ രംഗോളി വരയ്ക്കുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്കൊക്കെ ഇവിടെ വളരെ അധികം പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അത് സൗന്ദര്യത്തിനൊപ്പം കുടുംബത്തിന്റെ ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായിട്ടാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾ കാണുന്നത്. കിൻഹവാലിയിലെ ആളുകൾ തമ്മിലുള്ള ബന്ധം വളരെ ഗാഢമാണ് കേട്ടോ. ഒരു വീടിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിന്റെ മുഴുവനും സന്തോഷമാണ്. ഒരു വീടിന്റെ ദുഃഖം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിന്റെ മുഴുവനും ദുഃഖമായി മാറും. ഇതുപോലെയുള്ള കൂട്ടായ്മയാണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഞങ്ങൾ പോയ ദിവസം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിന് മുഴുവനും ഒരു സങ്കടമുള്ള ദിവസമായിരുന്നു. കാരണം അവിടെ ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ട് അന്ന് ആ ചെറുപ്പക്കാരന്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി കുർബാന അർപ്പിക്കുന്ന ദിവസമായിരുന്നു. അച്ഛൻ മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഈ ഗ്രാമത്തിലേക്ക് ചെല്ലുകയും ആ ഗ്രാമവാസികൾ എല്ലാവരും അവരുടെ ആ വീട്ടിൽ ഒന്നിച്ചു ചേരുകയും അവിടെ വെച്ചാണ് അച്ഛൻ അവർക്ക് വേണ്ടി ബലി അർപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരുടെയും തന്നെ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല. എങ്കിൽ പോലും അവിടെ കണ്ട കാഴ്ചകളൊക്കെ തന്നെ ഹൃദയത്തെ വല്ലാണ്ട് സ്പർശിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗ്രാമത്തിന്റെ അതായത് സന്തോഷം എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ വീടുകളുടെയും സന്തോഷമാണ്. ഒരു വീടിന്റെ ദുഃഖം എന്ന് പറയുന്നത് ആ ഗ്രാമത്തിന്റെ മുഴുവനും ദുഃഖമാണ്. ദേ നമ്മൾ അങ്ങനെ സഞ്ചരിച്ച് ദേ നമ്മൾ എത്താറായിട്ടോ. ഒരുപാട് സഞ്ചരിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ കാഴ്ചയാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. ഈ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഗ്രാമത്തിലെ ഇത് 3-ാം ദിവസമാണ്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം 3 മണിക്കൂർ ഉൾഗ്രാമത്തിലേക്ക് വന്നിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഗ്രാമത്തിന്റെ പേരാണ് കിനൗല എന്നാണ് ഗ്രാമത്തിന്റെ പേര്. അപ്പൊ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലെ വീടുകളും അതിനായിട്ടുള്ള അവരുടെ ജീവിതമൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ ഈ വീഡിയോയുടെ ആദ്യം തന്നെ നിങ്ങൾ ഈ ഗ്രാമത്തിലേക്ക് വരുന്ന വഴികളുടെ ചെറിയ ചെറിയ ഷോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഉൾഗ്രാമത്തിൽ എന്താണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം.
നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ നിന്നാണ് വന്നത്. മരണ വീട്ടിലെ കാഴ്ചകളാണ് കണ്ടത്. അതായത് മരിച്ചതിന് ശേഷം 5 ദിവസങ്ങൾ കഴിയുമ്പോൾ അവരൊരുമിച്ച് ചേർന്ന് മരിച്ച ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ വേണ്ടി കുർബാന അർപ്പിക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ കാഴ്ചയാണ്. അതായത് ഗ്രാമത്തിലെ എല്ലാവരും തന്നെ ഒന്ന് ചേർന്നാണ് ആ ബലിയിൽ പങ്കുചേർന്ന് അവർക്ക് വേണ്ടി നിത്യശാന്തി അർപ്പിക്കുന്നത്. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു രസകരമായിട്ടുള്ള കാര്യം